ഹായ്, ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ലിജു ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാൽബൻ എന്ന സിനിമ റിലീസായി. ആ സിനിമ രാവിലെ 6 മണിക്കത്തെ ഷോ കഴിഞ്ഞ് പിന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് റെസ്പോൺസുകളും നെഗറ്റീവായ റെസ്പോൺസും മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസുകളും കൊണ്ട് ഓൺലൈൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ വളരെ പർപ്പസ്ഫുള്ളി ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് ആ മേക്കേഴ്സ് ഇപ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി ഇല്ലെങ്കിൽ ഇതിൻ്റെ ലാലേട്ടനാണെങ്കിലും ഇതിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സിലാണെങ്കിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്മുടെ അമർ ചിത്രകഥ കാണുന്ന പോലെ ഇല്ലെങ്കിൽ ഒരു ഒരു നാടോടി കഥ കാണുന്ന പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അതുപോലത്തെ ഒരു ലാൻഡ്സ്കേപ്പ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു ലാൻഡ്സ്കേപ്പ്, ഇതുവരെ കാണാത്ത കുറേ കാരിക്കേച്ചർ ലുക്കുള്ള ആളുകൾ, അതുപോലുള്ള സംഭാഷണങ്ങൾ ഒക്കെ അവർ വളരെ അടിക്കുറപ്പെടുന്ന ട്രെയിലറിൽ കൂടെ നമ്മളത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനൊരു സിനിമയെ നമ്മൾ വേറൊരു പ്രിജസ് മൈൻഡോടെ പോയി കണ്ടിട്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ആ സിനിമ കണ്ടപ്പോൾ നമുക്കൊരു ലോക സിനിമയുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ സിനിമയായിട്ട് തോന്നി. കാര്യം ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് ഈ ഇവിടെയുള്ള പല ഭയങ്കര ബഡ്ജറ്റുള്ള സിനിമകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എന്ത് വിഷ്വൽ ക്വാളിറ്റിയുള്ള സിനിമയാണ്, എന്ത് ബ്യൂട്ടിഫുൾ നരേഷനാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സിനിമകളും ഭയങ്കര ഫാസ്റ്റ് നരേഷനോ ഇല്ലെങ്കിൽ ഷോർട്ട് നമ്മൾ ഞെട്ടിക്കുന്ന പരിപാടികളോ എന്നതിനപ്പുറം എന്താണ് ആ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അത് വളരെ വ്യക്തമായി ലിജു ജോസ് പല്ലിശ്ശേരി എന്ന ക്രാഫ്റ്റ് ഡയറക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അപ്പം ഇപ്പം ഒരുപാട് ടാഗ്സും വളരെ മോശം ടാഗ് ലൈനും വെച്ചില്ലെങ്കിൽ വളരെ മോശം മെമയൊക്കെ കട്ട് ചെയ്ത് കുറേ ആൾക്കാർ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റിവ്യൂസ്, ഇപ്പം ഓൺലൈൻ റിവ്യൂസ് എന്ന് സ്വയമായി പ്രഖ്യാപിച്ച് ഓൺലൈനിൽ ഉള്ള സിനിമകൾ മൊത്തം ഭയങ്കര ക്രിട്ടിക്കൽ രീതിയിൽ പറയുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിച്ചു, നമുക്ക് ആ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അയാളെ ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഓക്കെ അയാളെ ചീത്ത പറഞ്ഞു. അതായിരിക്കും നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന റിപ്ലൈ അതായിരിക്കും. എന്നാൽ അങ്ങനെ ചെയ്താൽ നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതായത് അങ്ങനെ റിവ്യൂ പറയുന്നവർക്ക് ഇന്ന് യൂട്യൂബിൽ നിന്നും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് പൈസ കിട്ടുവാണ്. അപ്പം ലോകത്തുള്ള എല്ലാ കണ്ടൻറ്റുകളെയും അവർ ആ കണ്ണിലൂടെ കാണത്തുള്ളൂ. അതായത് കാണുകയും ചെയ്യാം, അതിനകത്ത് നമുക്കൊരു വരുമാനവും കിട്ടുന്നു. ആ ഒരു ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനത്തിൻ്റെ പേരിൽ ഈ സിനിമയെ ഒരിക്കലും ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കരുത്. കാരണം ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കാം, ഈ മലയാളം പോലത്തെ ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേരുടെ എഫേർട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ 100 രൂപ അതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത ടിക്കറ്റിന് ക്യാഷിന് അതിന് വാല്യൂ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം, അതൊരു പ്രശ്നമില്ല. പക്ഷേ അതിന് ഭയങ്കരമായിട്ട് ഇനി അത് കാണാൻ ആഗ്രഹിക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രൊഡക്റ്റ് ലോകത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകരുത്. കാര്യം അത് പ്രകാരം ലോകത്തുള്ള ഇത് ഏറ്റവും അങ്ങനെ ചിത്രീകരിക്കുന്ന വിഷയം ഇനി അത് കാണാനുള്ള, അത് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൗഡുണ്ട് ഇവിടെ. സോഫ്റ്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഫാമിലിയായിട്ട്, ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് കുട്ടികളുമായിട്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാം ആ സിനിമയിലുണ്ട്. അത്രയും വലിയ ക്യാൻവാസ് ഉണ്ട്, അത്രയും ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉണ്ട്. മധുവിൻ്റെയൊക്കെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസാണ് ആ സിനിമ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കണ്ടൻറ്റിനെ നിങ്ങൾ കേവലം ഒരു യൂട്യൂബ് റെവന്യൂ ആ ഒരു നിങ്ങളുടെ റീച്ച് കൂട്ടാനും വേണ്ടി അതിനെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നത്, അത് ഇനിയും ഇങ്ങനെയുള്ള അറ്റംപ്റ്റുകൾ സിനിമയിൽ ഇല്ലാണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന, നമ്മൾ പണ്ട് തെലുങ്കിലും തമിഴിലും കളിയാക്കിക്കൊണ്ടിരുന്ന സിനിമകളുടെ വേറൊരു ദിശാവിഷ്കാരമായി സിനിമ മാറും. അപ്പം ഇതുപോലുള്ള കണ്ടൻറ് മേക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ സംഭവിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള മേക്കേഴ്സും പ്രൊഡക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വലിയ വലിയ ക്യാൻവാസ് സിനിമകൾ നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഉറപ്പായിട്ടും പറയാം, ഈ സിനിമ ലോക സിനിമയ്ക്ക് നമുക്ക് കാണിക്കാൻ പറ്റിയ മലയാള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പം ഇത് നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓൺലൈനിൽ ഫസ്റ്റ് ഡേ കാണുന്ന, ഇല്ലെങ്കിൽ വേറെന്തോ പ്രതീക്ഷിച്ച് പോയി കണ്ട ആൾക്കാരുടെ റിവ്യൂ, നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ടോ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. കാര്യം ഇതൊരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മധുനീലൻ എന്ന് പറഞ്ഞ ബ്രില്യൻ ക്യാമറാമാൻ്റെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉള്ള, ലിജു ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഡയറക്ടറിൻ്റെ ബ്രില്യൻ ക്രാഫ്റ്റുള്ള, ലാലേട്ടൻ എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ബ്യൂട്ടിഫുൾ പെർഫോമൻസും നല്ല അടിപൊളി ഫൈറ്റ് സീക്വൻസും നല്ല കില്ലർ കൊറിയോഗ്രാഫിയാണ് ഫൈറ്റ്സൊക്കെ. എന്തുകൊണ്ടിട്ടാണ് ആൾക്കാർ എനിക്കറിയില്ല, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണത്. അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ ഒരുപാട് നല്ല ഹരീശ്വർ അടിയേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ ബ്യൂട്ടിഫുൾ പെർഫോമൻസുകളും എന്ത് ബ്രില്യൻ ആർട്ട് വർക്ക് എന്ന സിനിമ. നിങ്ങൾ ആ ആർട്ട് വർക്ക് കാണുന്നത് എനിക്ക് മനസ്സിലായി. ഇവർ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എന്ത് പോസിറ്റീവ് സൈഡിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. എന്തൊക്കെ നല്ല നല്ല രസമുള്ള മൊമെൻറ്റ്സ് ഉള്ള സിനിമയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ചേർന്നാണ് സിനിമ, അല്ലാതെ ഇത് രണ്ട് പാട്ടല്ല. അങ്ങനെ നമ്മളൊരു കഥയിലേക്ക് എത്തി, ആ കഥയിൽ നിന്ന് അങ്ങനെ ഒരു സോഫ്റ്റ് ഇല്ലെങ്കിൽ അത്രയും ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഒരു നരേഷൻ ആവശ്യപ്പെടുന്ന സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാരിക്കേച്ചർ സ്റ്റൈലിങ്ങും അതിൻ്റെ ഒരു ടോട്ടൽ മേക്കിങ്ങും ആ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫ്രെയിംസും ആ വൈറ്റ് ഫ്രെയിംസിൽ ആളുകൾ വന്ന് പെർഫോം ചെയ്യുന്നതും അങ്ങനെ ഒരുപാട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന
സിനിമയെ എന്നും നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് നല്ല പ്രേക്ഷകരിലൂടെയാണ് വളർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ ഒരു മോശം സിനിമ ആയിരിക്കത്തില്ല, ഒരു മോശം സിനിമാനുഭവം ആയിരിക്കില്ല. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. അന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിവ്യൂ ഓൺലൈനിൽ കൊടുക്കണം. കാര്യം ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ബെറ്റർ ഒരു 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 ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ സിനിമ തന്നിരിക്കും. താങ്ക് യു.